ഇതല്ല LDFിന്റെ ശൈലി, ഇതാകരുത് LDFിന്റെ ശൈലി. LDF വാക്കിലും പ്രവൃത്തിയിലും ഇടതുപക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ, അതിൻ്റെ മര്യാദകളെ, മാന്യതകളെ, രാഷ്ട്രീയ വ്യാപ്തികളെ എല്ലാം ഉൾക്കൊള്ളാൻ കടപ്പെട്ട പക്ഷമാണെന്ന് CPIക്ക് ബോധ്യമുണ്ട്. ആ നിലപാട് CPIക്കുണ്ട്. ഇതിനകത്ത് ഒപ്പിട്ടതായുള്ള വാർത്തകൾ പിറന്നു കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കി. ആ വാർത്ത ശരിയാണെന്നറിഞ്ഞു. ഇന്നലെ രാത്രിയിൽ വൈകും വരെ നിങ്ങളെല്ലാം വിളിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ഒറ്റ വാചകമാണ്: കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ, at that moment I was not sure of that. കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അത് ശരിയായിരുന്നു, ആ വാർത്ത ശരിയായിരുന്നു, ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തിച്ച് CPI പറയുന്നു, ആ ഒപ്പിടൽ മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. അത്തരം ലംഘനം LDFിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. LDF അങ്ങനെയല്ല ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. അതല്ല LDFിന്റെ വഴി. LDFിന്റെ വഴി ഇടതുപക്ഷ വഴിയാണ്. അതിൻ്റെ വഴി ജനാധിപത്യ വഴിയാണ്. ആ ജനാധിപത്യത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആശയങ്ങളെയും മൂല്യങ്ങളെയും മറന്നുകൊണ്ട് ഇപ്രകാരം പോകുന്ന ഈ ശൈലി തിരുത്തപ്പെടേണ്ട ഒന്നാണ്. അത് തിരുത്തിയേ തീരൂ. ആ കാര്യം കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് LDF കൺവീനർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് LDFിലെ എല്ലാ ഘടക പാർട്ടികൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കത്തിലെ സാരാംശം ഇതാണ്: LDFിലെ തീരുമാനം കൈക്കൊള്ളുന്ന വഴികളെ പറ്റിയുള്ള CPI കാഴ്ചപ്പാടാണ്. ഇതല്ല വഴിയെന്ന് LDFിനകത്ത് CPIക്ക് ഉറച്ചു പറയാനുള്ള അവകാശമുണ്ട്. അത് പറയുന്നു ഞങ്ങൾ. PMCയെ പറ്റി ലഭ്യമായിട്ടുള്ള രേഖകളെല്ലാം ഞങ്ങൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കണ്ടേക്കാം രേഖകളില്ല. നാനാഭാഗത്തു നിന്നും ഞങ്ങളത് ശേഖരിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. PMCയെ പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് NEPയുടെ ഒരു ഷോക്കേസ് ആണെന്നാണ്. ഇതാണ് ഞങ്ങൾ വായിച്ച വരികൾ. ഞാൻ ആദ്യ ഭാഗം വായിക്കുന്നില്ല. സ്റ്റേറ്റ്സ്, UTs, KVS, JNV will implement all the provisions of National Education Policy NEP 2020 in entirety within the entire states or UT or KVS or JNV. As the main objective of this scheme is to showcase the implementation of NEP 2020 through the PMC schools. ഇതാണ് ഞങ്ങൾ വായിച്ച രേഖയിലുള്ളത്. ഇതാണ് അതിലുള്ളതെങ്കിൽ, വാസ്തവത്തിൽ ഞങ്ങളുടെ രേഖ ഇതാണ്, ഇത് തന്നെയാണ് ഉള്ളതെങ്കിൽ ഇതാണ് എൻ്റെ പ്രശ്നം. ഒരു പേരല്ല പ്രശ്നം, അല്ല പ്രശ്നം ഇതാണ്. NEPയെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ലോങ് റൺ അതെങ്ങോട്ട് പോകും?
അതേപ്പറ്റി ഇടതുപക്ഷത്തിന് ആശങ്കയുണ്ട്. ഈ ആശങ്ക CPIയുടെ മാത്രം ആശങ്കയല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യത്തിൽ CPMനുമുണ്ട് ഇതേ ആശങ്കകൾ. ഒന്നിലേറെ പ്രാവശ്യം CPIയെ പോലെ തന്നെ CPMും ഈ ആശങ്ക സകാരണമാണത് അതറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPIയും CPMും മാത്രമല്ല, എല്ലാ ഇടതുപക്ഷ പാർട്ടികളും, എല്ലാ മതേതരവാദികളും, ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്നവരെല്ലാവരും ഒരുപോലെ ഈ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്.